പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോട് കൂടെ. പ്രിയ ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മതാധ്യാപകരെ, പ്രിയ കുഞ്ഞുമക്കളെ, ദൈവാനുഗ്രഹത്തിൻ്റെ നല്ലൊരു ദിവസം നേരുകയാണ്. അനുഗ്രഹപൂർണ്ണമാകട്ടെ നിങ്ങളുടെ ജീവിതമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിൻ്റെ ദിവസമാണ്. കാരണം ഇടവകയിൽ പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ഇന്നാണ് നമ്മൾ പ്രത്യേകമായ സാഹചര്യത്തിൽ ആഘോഷങ്ങളൊന്നുമില്ലാതെ വളരെ ലളിതമായിട്ട് നമ്മൾ ആഘോഷിക്കുമ്പോഴും ഈ അമ്മയുടെ മധ്യസ്ഥം നമുക്ക് യാചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരുണയുടെ മുഖം തിരിക്കണമേ എന്ന് ഈ അമ്മയുടെ മുഖത്ത് നോക്കി നമുക്ക് സ്നേഹത്തോടുകൂടി യാചിക്കാം. ഈ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ഒരുപാട് മനുഷ്യർ ഇന്ന് സഹനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, പഠിച്ച അല്ലെങ്കിൽ ട്രെയിൻ ചെയ്ത ജോലിയിൽ അത് ലഭിക്കാത്തതിൽ വിഷമിക്കുന്നവർ, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും ഈ വിശുദ്ധ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയും എല്ലാ ഇടവക ജനങ്ങളെയും സമർപ്പിച്ചുകൊണ്ടും അവരുടെ നിയോഗങ്ങൾ അർപ്പിച്ചുകൊണ്ടും ഈ വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുവാൻ ആഗ്രഹിക്കുകയും എന്നാൽ നിയമപ്രകാരമായിട്ടുള്ള നിയന്ത്രണത്താൽ അതിന് സാധിക്കാതിരിക്കുകയും ചെയ്യുന്നവരുടെയും നിയോഗങ്ങളും ഈ വിശുദ്ധ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. സഹോദരങ്ങളെയും, വിശുദ്ധ കുർബാന യോഗ്യതയോടെ അർപ്പിക്കേണ്ടതിന് നിങ്ങളും ഞാനും യോഗ്യരാകേണ്ടതിന് നമുക്ക് നമ്മുടെ പാപങ്ങൾ ഓർക്കുകയും അനുദപിക്കുകയും ഏറ്റുപറയുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിധികനിയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരൻ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. Cristo
സർവശക്തനായ നിത്യനായ പിതാവായ ദൈവമേ, അങ്ങേ കൃപാതിരേക്കത്താൽ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരുടെ യോഗ്യതകൾക്കും അഭിലാഷങ്ങൾക്കും അങ്ങ് അതീതനാണല്ലോ. അങ്ങേ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. അങ്ങനെ മനസാക്ഷി ഭയപ്പെടുന്നവ അങ്ങ് അവഗണിക്കുകയും യാചിക്കാൻ പോലും ധൈര്യമില്ലാത്തവ ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. അങ്ങയോടുകൂടി പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊല്ലേണമേ. ഇസയാസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് തൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ചുള്ള എൻ്റെ പ്രിയൻ്റെ കീർത്തനം എൻ്റെ പ്രിയനെ ഞാൻ പാടിക്കേൽപ്പിക്കും. എൻ്റെ പ്രിയന് ഫലപുഷ്ടിയുള്ള ഒരു മലയിൽ ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. അദ്ദേഹം അതിനെ വേലി കെട്ടി അതിലെ കല്ല് പെറുക്കിക്കളഞ്ഞു. അതിൽ ഏറ്റവും നല്ല മുന്തിരി നട്ടു. അതിൻ്റെ മധ്യത്തിൽ ഒരു ഗോപുരം പണിയുകയും ഒരു ചക്ക് സ്ഥാപിക്കുകയും ചെയ്തു. മുന്തിരി കായ്ക്കും എന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഉണ്ടായത് കാട്ടുമുന്തിരിങ്ങയാണ്. ജെറുസലേം നിവാസികളെ, യൂദയായിലെ ജനങ്ങളെ, എന്നെയും എൻ്റെ മുന്തിരിത്തോട്ടത്തെയും സംബന്ധിച്ച് നിങ്ങൾ തന്നെ വിധി കൽപ്പിക്കുവിൻ. എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളിൽ ഞാൻ ചെയ്യാത്തതായി ഇനി എന്താണുള്ളത്? അത് മുന്തിരിങ്ങ പുറപ്പെടുവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. എന്നാൽ അത് പുറപ്പെടുവിച്ചത് കാട്ടുമുന്തിരിങ്ങയാണ്. എൻ്റെ മുന്തിരിത്തോട്ടത്തോട് ഞാൻ എന്തു ചെയ്യുമെന്ന് ഇപ്പോൾ പറയാം. ഞാൻ അതിൻ്റെ വേലി പൊളിച്ചു കളയും, അതിനെ നശിപ്പിക്കും. ഞാൻ അതിൻ്റെ മതിൽ ഇടിച്ചു കളയും, അതിനെ ചവിട്ടിമെതിക്കും. ഞാൻ അതിനെ ശൂന്യമാക്കും. അതിനെ വെട്ടി നിർത്തുകയോ അതിൻ്റെ ചുവട് ഇളക്കുകയോ ചെയ്യുകയില്ല. അവിടെ പറക്കാരെയും മുൾച്ചെടിയും മുളയ്ക്കും. അതിൽ മഴ പെയ്ക്കരുതെന്ന് ഞാൻ മേഘങ്ങളോട് കൽപ്പിക്കും. സൈന്യങ്ങളുടെ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഗോത്രവും അവിടത്തേക്ക് പ്രിയപ്പെട്ട മുന്തിരിച്ചെടി യൂദയായുമാണ്. അവിടെ നിന്ന് യൂദയായിൽ നിന്ന് നീതി പ്രതീക്ഷിച്ചു, എന്നാൽ കണ്ടെത്തിയത് അനീതിയാണ്.
അവിടുന്ന് ധർമ്മം പ്രതീക്ഷിച്ചിരുന്നു, എന്നാൽ കണ്ടെത്തിയത് അധർമ്മമത്രേ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവിൻ്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഗോത്രമാണ്. കർത്താവിൻ്റെ മുന്തിരിത്തോട്ടം കർത്താവിന്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഗോത്രമാണ്. ഇസ്രായേൽ ഗോത്രമാണ്. സൈന്യങ്ങളുടെ ദൈവമേ, അങ്ങ് ഈജിപ്തിൽ നിന്നും മുന്തിരിവള്ളി കൊണ്ടുവന്ന് നട്ട് വിജാതിയരെ അങ്ങ് പുറംതള്ളി. അതിൻ്റെ ശാഖകൾ സമുദ്രം വരെയും ചില്ലകൾ നദി വരെയും നീണ്ടു. കർത്താവിൻ്റെ മുന്തിരിത്തോട്ടം കർത്താവിന്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഗോത്രമാണ്. ഇസ്രായേൽ ഗോത്രമാണ്. പതികർ പഴം പറിക്കത്തക്ക വിധം അതിൻ്റെ ചുവർവേലികൾ അങ്ങ് തകർത്തുകൊണ്ട് കാട്ടുപന്നി അതിനെ നശിപ്പിക്കുന്നു. വയലിലെ മൃഗങ്ങൾ അത് തിന്നുന്നു. കർത്താവിൻ്റെ മുന്തിരിത്തോട്ടം കർത്താവിന്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഗോത്രമാണ്. ഇസ്രായേൽ ഗോത്രമാണ്. സൈന്യങ്ങളുടെ ദൈവമേ, അങ്ങ് ഒരിക്കൽ കൂടി പ്രത്യാഗമിക്കണമേ. സ്വർഗത്തിൽ നിന്ന് അതിനെ വീക്ഷിക്കണമേ, കടാക്ഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ വലതു കൈ നട്ട മുന്തിരിയെ, അങ്ങ് വളർത്തിയ കുഞ്ഞു ചെടിയെ സംരക്ഷിക്കണമേ. കർത്താവിൻ്റെ മുന്തിരിത്തോട്ടം കർത്താവിന്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഗോത്രമാണ്. ഇസ്രായേൽ ഗോത്രമാണ്. ഞങ്ങൾ അങ്ങയെ വിട്ടുപിരിയുകയില്ല. ഞങ്ങൾക്ക് നവ്യജീവൻ നൽകണമേ. അങ്ങയുടെ നാമം ഞങ്ങൾ പ്രകീർത്തിക്കും. സൈന്യങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ സമുദ്രീകരിക്കണമേ. ഞങ്ങൾ രക്ഷപ്പെടുന്നതിനായി അങ്ങയുടെ പ്രശാന്തമായ മുഖം ഞങ്ങളുടെ നേർക്ക് തിരിക്കണമേ. കർത്താവിൻ്റെ മുന്തിരിത്തോട്ടം കർത്താവിന്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഗോത്രമാണ്. ഇസ്രായേൽ ഗോത്രമാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം. പ്രിയ സഹോദരരെ, കർത്താവിൽ സദാ നിങ്ങൾ സന്തോഷിക്കുവിൻ. വീണ്ടും ഞാൻ പറയുന്നു, സന്തോഷിക്കുവിൻ. നിങ്ങളുടെ വിനയം സകലർക്കും സുവിധമായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് സമീപത്തുണ്ട്. ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടാതെ പ്രാർത്ഥനകളിലും അപേക്ഷകളിലും കൃതജ്ഞതാസ്തോത്രങ്ങളോടുകൂടെ നിങ്ങളുടെ ആവശ്യങ്ങൾ കർത്താവിനെ അറിയിക്കുവിൻ. എങ്കിൽ സർവദാ ഭാവനീതമായ ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സിനെയും ഈശോമിശിഹായിൽ സംരക്ഷിച്ചു കൊള്ളും. സഹോദരരെ, സത്യമായതെല്ലാം, ശാലീനമായതെല്ലാം, നീതിയായതെല്ലാം, നിർമ്മലമായതെല്ലാം, സ്നേഹമായതെല്ലാം, സ്തുത്യർഹമായതെല്ലാം, പുണ്യമായതെല്ലാം, പ്രശംസാർഹമായതെല്ലാം നിങ്ങൾ ചിന്തിച്ചു കൊള്ളുവിൻ. എന്നിൽ നിന്ന് നിങ്ങൾ പഠിച്ചിട്ടുള്ളവയും മനസ്സിലാക്കിയിട്ടുള്ളവയും കണ്ടും കേട്ടും ഗ്രഹിച്ചുകൊള്ളുവിൻ, പരിശീലിപ്പിക്കുവിൻ. എങ്കിൽ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, അങ്ങയുടെ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. അവ നിത്യജീവന്റെ വാക്കുകളാണല്ലോ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു പ്രധാന പുരോഹിതന്മാരോടും ജനപ്രമാണികളോടും അരുളി ചെയ്തു, ഒരു ഉപമ കേട്ടുകൊള്ളുക. ഒരു വീട്ടുടമസ്ഥൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. അതിനു ചുറ്റും വേലി കെട്ടി. അതിലൊരു മുന്തിരിച്ചക്ക് സ്ഥാപിക്കുകയും ഗോപുരം നിർമ്മിക്കുകയും ചെയ്തു. അനന്തരം അത് കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് അവൻ പോയി. വിളവെടുപ്പ് കാലം വന്നപ്പോൾ അവൻ പഴങ്ങൾ ശേഖരിക്കുവാൻ ഭൃത്യന്മാരെ കൃഷിക്കാരുടെ അടുക്കലേക്ക് അയച്ചു. എന്നാൽ കൃഷിക്കാരൻ ഭൃത്യന്മാരിൽ ഒരുവനെ പിടിച്ച് അടിക്കുകയും മറ്റൊരുവനെ കൊല്ലുകയും വേറൊരുവനെ കല്ലെറിയുകയും ചെയ്തു. വീണ്ടും അവൻ ആദ്യത്തേതിൽ കൂടുതൽ ഭൃത്യന്മാരെ അയച്ചു. അവരോട് കൃഷിക്കാർ
അപ്രകാരം പ്രവർത്തിച്ചു. പിന്നീട് അവൻ തൻ്റെ പുത്രനെ അവർ ബഹുമാനിക്കുമെന്ന് പറഞ്ഞ് സ്വപുത്രനെ തന്നെ അവരുടെ അടുക്കലേക്ക് അയച്ചു. അവനെ കണ്ടപ്പോൾ കൃഷിക്കാർ പരസ്പരം പറഞ്ഞു, ഇവനാണ് അവകാശി, വരുവിൻ, നമുക്ക് അവനെ കൊന്ന് അവകാശം കരസ്ഥമാക്കാം. അവർ അവനെ പിടിച്ച് മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. അങ്ങനെയെങ്കിൽ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ വരുമ്പോൾ അവൻ ആ കൃഷിക്കാരോട് എന്തു ചെയ്യും? അവർ പറഞ്ഞു, അവൻ ആ ദുഷ്ടന്മാരെ നിഷ്ഠൂരം നശിപ്പിക്കുകയും യഥാകാലം ഫലം കൊടുക്കുന്ന മറ്റു കൃഷിക്കാരെയും മുന്തിരിത്തോട്ടം ഏൽപ്പിക്കുകയും ചെയ്യും. യേശു അവരോട് ചോദിച്ചു, പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. നമ്മുടെ ദൃഷ്ടിയിൽ അത് അത്ഭുതകരമായിരിക്കുന്നു എന്ന് വിശുദ്ധ ലിഖിതങ്ങളിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യം നിങ്ങളിൽ നിന്നെടുത്ത് ഫലം പുറപ്പെടുവിക്കുന്ന ജനതയ്ക്ക് നൽകപ്പെടും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈ സുവിശേഷ വചനം നമ്മെ അല്പസമയം ഇരിക്കാം. പ്രിയ ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട മതാധ്യാപകരെയും പ്രിയ കുഞ്ഞ് കൂട്ടുകാരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, നമ്മളിത് സൺഡേ സ്കൂളിൻ്റെ കാറ്റഗിസം കുർബാനയിലാണ് നിങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ കാറ്റഗിസം കുർബാനയിൽ ഞങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് പഠിക്കുന്ന അതിൻ്റെ ഓരോ വാക്കുകളുടെയും അർത്ഥങ്ങളാണ് ഇതിനെ ഈ വചനവിചിന്തനത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ നിന്ന് കുട്ടികളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കുട്ടികളും തീഷ്ണമതികളായ നമ്മുടെ കുഞ്ഞു കൂട്ടുകാരുടെ മാതാപിതാക്കളും ഇതിന് ശരിയുത്തരങ്ങൾ അയക്കുന്നുണ്ട്. ഓരോ ആഴ്ചയിലെയും ചോദ്യങ്ങൾക്ക് ശരിയുത്തരം അയക്കുന്ന കുട്ടികളുടെ പേര് നമ്മൾ ഓരോ അനൗൺസ്മെൻറ്റിലും ലൈവായിട്ട് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സുവിശേഷ ഭാഗം മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് നമ്മൾ വായിച്ചു കേട്ടു. ഇത് മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമയാണ്. ഈ ഉപമകൾ 3 ഉപമകളാണ് പ്രധാനപ്പെട്ടതായി മത്തായിയുടെ സുവിശേഷത്തിൽ ഈ അധ്യായത്തിൽ നമ്മൾ വായിച്ച് കേൾക്കുന്നത്. ഈ ഉപമയുടെ പ്രത്യേകതകൾ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൽ വരുന്ന അല്ലെങ്കിൽ 22 അധ്യായങ്ങളിൽ വരുന്ന ഈ 3 ഉപമകൾ പ്രധാനമായും ന്യായവിധികളെ കുറിച്ചുള്ളതാണ്. ഈ ന്യായവിധികളെ കുറിച്ച് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്ന 3 ഉപമകൾ 2 പുത്രന്മാരുടെ ഉപമ, മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമ, വിവാഹ വിരുന്നിൻ്റെ ഉപമ, ഇങ്ങനെ 3 പ്രധാനപ്പെട്ട ന്യായവിധികളെ കുറിച്ച് പറയുന്ന ഉപമകളാണ് മത്തായി സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഇന്ന് വായിച്ചു കേട്ടു മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമ. ഈ മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമ എന്താണ് സുവിശേഷം ലക്ഷ്യം വെച്ചിരിക്കുന്നത്? ഇത് പറയുമ്പോൾ മുന്തിരിത്തോട്ടത്തിലെ ഉപമ പറയുമ്പോൾ സുവിശേഷകൻ എന്താണ് ലക്ഷ്യം വച്ചിരിക്കുന്നത്, സുവിശേഷം എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. AD 70 ജെറുസലേമിൽ സംഭവിച്ച പതനത്തിന്, ജെറുസലേമിൽ വലിയൊരു പതനം സംഭവിച്ചു, അല്ലെങ്കിൽ വലിയൊരു ആക്രമണം സംഭവിച്ചു AD 70. ഈ സംഭവത്തിലേക്ക് വിശദീകരണം നൽകുന്നതാണ് ഈ സുവിശേഷ ഭാഗമെന്നാണ് ഈ ഗോസ്പൽ പണ്ഡിതന്മാർ അല്ലെങ്കിൽ സുവിശേഷത്തെക്കുറിച്ച് പഠിക്കുന്നവർ പറയുന്നത്. അതുപോലെ തന്നെ ദൈവപുത്രനായ യേശു ഇസ്രായേലിൻ്റെ അടുക്കലേക്ക് അയക്കപ്പെട്ടു. എന്നാൽ ഈ യേശുവിനെ അവർ അവഗണിക്കുകയും അവർ വധിക്കുകയും ചെയ്തു. ഇതിനെക്കുറിച്ചുള്ള വിശദീകരണം കൂടിയാണ് ഈ മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമയെക്കുറിച്ച് പറയുമ്പോൾ മത്തായി പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നതെന്ന്. അപ്പോൾ 2 കാര്യങ്ങൾക്കുള്ള വിശദീകരണമായിട്ടാണ് ഈ ഉപമ സുവിശേഷകൻ മത്തായി സുവിശേഷകൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന് AD 70 സംഭവിച്ച ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ പതനം, അതോടൊപ്പം തന്നെ ദൈവപുത്രനായ യേശുവിനെ പിതാവായ ദൈവം ഈ തൻ്റെ മക്കളുടെ അടുക്കലേക്ക് അയച്ചു, ഈ ലോകത്തിലേക്ക് അയച്ചു, പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ ജനത്തിൻ്റെ അടുക്കലേക്ക് അയച്ചു. അവരോട് അവൻ കാണിച്ച ആ ജനം കാണിച്ച അവഗണനയും അവനെ വധിക്കുകയും ചെയ്തതിനെ കുറിച്ചാണ് ഈ ഉപമ പറയുന്നതെന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ
ആദ്യത്തെ വായനയിലും ഒന്നാമത്തെ വായനയിലും ഈ സുവിശേഷ വായനയിലും മുന്തിരിത്തോട്ടത്തിൽ ജോലിക്കാരെന്നൊക്കെ വായിച്ചു കിട്ടും. അപ്പോൾ ഈ മുന്തിരിത്തോട്ടം എന്ന് ബൈബിൾ പ്രയോഗിക്കുമ്പോൾ, ഈ വാക്ക് ബൈബിൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഇസ്രായേൽ ഭവനത്തെയാണ് മുന്തിരിത്തോട്ടം എന്ന് പറയുന്നത്. ഇസ്രായേൽ ഭവനത്തെയാണ് മുന്തിരിത്തോട്ടമെന്ന് ബൈബിളിൽ പറയുന്നത്. അപ്പോൾ ബൈബിളിൽ എവിടെയെല്ലാം മുന്തിരിത്തോട്ടം എന്ന് പറയുന്നോ അപ്പോഴെല്ലാം നമ്മുടെ ശ്രദ്ധ വരേണ്ടത് എവിടേക്കാണ്? ഇസ്രായേൽ ഭവനത്തിലേക്കാണ്. ഇസ്രായേൽ ഭവനത്തെക്കുറിച്ച് പറയുവാനാണ് മുന്തിരിത്തോട്ടം എന്ന പ്രയോഗം ബൈബിൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഫലങ്ങൾ നൽകിയില്ല. ആദ്യത്തെ വായനയിലും ജോജിയങ്ങൾ വായിച്ചു തന്നു, ഇസ്രായേൽ ഇനി ഞാനൊരു മുന്തിരിത്തോട്ടം നട്ടു, അത് ഫലം നൽകിയില്ല. അതുപോലെ തന്നെ ഇന്നത്തെ സുവിശേഷത്തിലെ 3 തവണ നമ്മൾ കേട്ടു ഫലങ്ങൾ പറിക്കുന്നതിന് വേണ്ടി, ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് അയച്ചു, ഫലങ്ങൾ ശേഖരിക്കുവാനായിട്ട് അയച്ചു. ഇങ്ങനെ ഫലങ്ങൾ എന്ന 3 തവണ ഉപയോഗിച്ചു. ഇതുകൊണ്ട് എന്താണ് സുവിശേഷകൻ അർത്ഥമാക്കുന്നത്? സത്പ്രവൃത്തികളെ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ഫലങ്ങൾ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സത്പ്രവൃത്തികളുമായിട്ട് അല്ലെങ്കിൽ നല്ല പ്രവൃത്തികളുമായിട്ട് ബന്ധിപ്പിച്ച് ഫലങ്ങൾ എന്ന വാക്ക് 17 തവണ മത്തായി സുവിശേഷകൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഫലങ്ങൾ എന്നതിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി, സത്പ്രവൃത്തികൾ എന്ന കാര്യത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഫലങ്ങൾ എന്ന വാക്ക് 17 തവണ മത്തായി സുവിശേഷകൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ 3 തവണ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഉപമയിൽ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ സുവിശേഷ ഗ്രന്ഥത്തിൽ നമ്മൾ വായിച്ചു കേട്ടു, ആദ്യമേ ആ ഉടമസ്ഥൻ എന്താണ് ചെയ്തത്? ഒരു മുന്തിരിത്തോട്ടം സ്ഥാപിച്ചു, അതിലെ മുന്തിരി ചക്ക് സ്ഥാപിച്ചു, അതിൽ കാവൽ മാടം സ്ഥാപിച്ചു, വേലക്കാരെ അയച്ചു എന്നെല്ലാം നമ്മൾ വായിച്ചു കേട്ടു. എന്നിട്ട് അയച്ച എല്ലാ ഭൃത്യന്മാരെയും വധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കൊല്ലുന്നുണ്ട്, കല്ലെറിയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇസ്രായേലിൻ്റെ പാരമ്പര്യം അനുസരിച്ച് ഒരു കൃഷിസ്ഥലം ഒരു കർഷകന് ഉണ്ടായിരിക്കുകയും ഈ കൃഷിസ്ഥലം ഒരാളെ പാട്ടത്തിന് നോക്കുവാനായിട്ട് ഏൽപ്പിക്കുകയും, പാട്ടം എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഉടമ അത് നടത്തുന്നതിന് വേറെ ഒരാൾക്ക് കൊടുക്കും. ആ കൃഷിക്കാരാണ് ആ മേൽനോട്ടം എല്ലാം വഹിച്ച് കൃഷി ഇറക്കുകയും വിളവൊക്കെ ശേഖരിക്കുകയും ചെയ്യുന്നത്. ഇങ്ങനെ ഈ ഉടമയുടെ മക്കളും മരിച്ചുപോയാൽ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടാൽ അതിൻ്റെ അവകാശം ആരാണോ ആ സ്ഥലം പാട്ടത്തിനെടുത്തിരിക്കുന്നത് അയാളുടേതാണ്. അതുകൊണ്ടാണ് ഈ കൃഷിക്കാര് തങ്ങളുടെ അടുക്കിലേക്ക് വന്ന തൊഴിലാളികളെ, യജമാനന്റെ തൊഴിലാളികളെയും പിന്നെ വന്ന മകനെയും വധിക്കുവാനായിട്ട് ആലോചിക്കുന്നതും അങ്ങനെ ചെയ്യുന്നതും. അപ്പോൾ ഈ ലോകത്തിലേക്ക് വരുന്ന നന്മകളെയെല്ലാം നശിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ശക്തി ഈ ലോകത്തുണ്ട്. എന്തിനെന്നോ? ഈ ലോകത്തിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി. അതിനെ എങ്ങനെ നമുക്ക് അതിജീവിക്കുവാനായിട്ട് കഴിയും? സത്പ്രവൃത്തികൾ വഴി, നല്ല ഫലങ്ങൾ നമ്മൾ പുറപ്പെടുവിക്കുക വഴി അതിന് കഴിയും. ഇനി നമ്മളിലേക്ക് തന്നെ ഈ ഉപമയുടെ അർത്ഥം, എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളിലേക്ക് ഈ ഉപമയെ ഞാൻ കൊണ്ടുവരികയാണ്. നിങ്ങളെ മേൽനോട്ടത്തിന് ഏൽപ്പിച്ച നിങ്ങളുടെ കൃഷിസ്ഥലം എന്താണ്? ഇസ്രായേൽ ഭവനം ആയിരിക്കുന്ന ഇടമാണ് ഇസ്രായേൽ എന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്. ഇസ്രായേലിനെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആയിരിക്കുന്ന ഇടമാണ് ഇസ്രായേൽ. നിങ്ങളുടെ ഭവനം നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങളുടെ മക്കള് നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങളുടെ ഭർത്താവ്, ഭാര്യ, നിങ്ങളുടെ ബന്ധങ്ങള്, നിങ്ങളായിരിക്കുന്ന അയൽപക്കം, അതൊന്നും നിങ്ങളെ സ്വന്തമല്ല. നിങ്ങളെ ഭരമേൽപ്പിച്ചതാണ്, നിങ്ങളെ സൂക്ഷിക്കുവാനായിട്ട് ഭരമേൽപ്പിച്ചതാണ്. ഈ സൂക്ഷക്കാരൻ ഉടമയാണെന്ന് ചിന്തിച്ചതാണ് ഏറ്റവും വലിയ അപകടം. എന്താണ്? സൂക്ഷത്തിന് ആരെയാണോ ഏൽപ്പിച്ചവൻ, ആ ഏൽപ്പിക്കപ്പെട്ട വ്യക്തി ഉടമയാണെന്ന് തെറ്റിദ്ധരിച്ചതാണ് നമ്മുടെ കാലത്ത് അപകടത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ ഒരു അമ്മയോട് സംസാരിക്കുകയായിരുന്നു. ആ അമ്മ പറഞ്ഞു, അച്ഛാ, എനിക്ക് നോട്ടത്തിന് ഏൽപ്പിച്ച 3 പിള്ളേർ എനിക്കുണ്ടെന്ന്, എന്നെ നോക്കാൻ ഏൽപ്പിച്ച. അപ്പം ഞാൻ ഓർത്ത് വലിയ ദത്തുപുത്രരാണ്. അപ്പോൾ ആ അമ്മ പറയുകയാണ്, അർത്ഥത്തിലേക്ക് വരികയാണ്, എന്നെ ഈശോ 3 കുട്ടികളെ നോക്കുവാനായിട്ട് ഏൽപ്പിച്ചു. എന്നുവെച്ചാൽ ഈശോ തന്ന ദാനമാണ്.
നമ്മളെല്ലാം നോട്ടക്കാരാണെന്ന് സൂക്ഷിക്കുവാനായിട്ട്. ഒരാൾ ഒരു സമ്മാനം അല്ലെങ്കിൽ ജോജി അങ്കിള് എൻ്റെ കയ്യിലൊരു കിറ്റ് കൊണ്ടുവന്ന് തന്നിട്ട് പറയുകയാണ്, ഇതൊന്നും നോക്കിക്കൊള്ളണേ എന്ന് പറഞ്ഞാൽ എനിക്ക് ഉത്തരവാദിത്വമുണ്ട് അല്ലേ? ആരും ഇതെടുത്ത് കൊണ്ടുപോകാതെ, അല്ലെങ്കിൽ ആരെങ്കിലും ഇതെടുത്തു കൊണ്ടുപോകാനായിട്ട് വരുമ്പോൾ ഞാൻ പറയും ഇതെടുത്തുകൊണ്ട് പോകില്ല കേട്ടാ, അത് ജോജി അങ്കിൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കുണ്ട്. അത് നഷ്ടപ്പെട്ടു പോയാൽ ജോജി അങ്കിളിനോട് ബാധ്യത ആർക്കുണ്ട്? എനിക്കുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ മക്കളെ ഈശോ സൂക്ഷിക്കുവാനായിട്ട് നിങ്ങളെ ഏൽപ്പിച്ചതാണ്, നിങ്ങളുടെ സ്വന്തമല്ല. ഖലീൽ ജിബ്രാൻ പറയുന്നുണ്ട്, മക്കൾ നിങ്ങളുടേതാണ് പക്ഷെ നിങ്ങളുടെ സ്വന്തമല്ലെന്ന്. നിങ്ങളിലൂടെ വന്നേ ഉള്ളൂ, അതെല്ലാം നിങ്ങളുടെ സ്വന്തമല്ലെന്ന്. അപ്പോൾ നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഈ മക്കളെ നിങ്ങൾക്ക് തരുന്നതിന് മുമ്പ് ഈശോ ചോദിച്ചായിരുന്നു, നിങ്ങൾ സന്നദ്ധരാണോ എന്നും. വിവാഹത്തിന് നിങ്ങൾ വാഗ്ദാനം നൽകുന്ന സമയത്ത് ഈ വിശുദ്ധ അൾത്താരയിൽ പുരോഹിതന്റെ നാവിലൂടെ ഈശോ നിങ്ങളോട് എന്ത് ചോദിച്ചു? എന്താ ചോദിച്ചത്? നിങ്ങൾക്ക് നൽകാൻ പോകുന്ന ശിശുക്കളെ ദൈവിക വിശ്വാസത്തിൽ വളർത്താമെന്ന് നിങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞു? വാഗ്ദാനം ചെയ്യുന്നു. ഈശോ അനുവാദം ചോദിച്ചിട്ടാണ് നിങ്ങൾക്ക് തന്നത്. ഈശോ നിങ്ങളുടെ അനുവാദം ചോദിച്ചിട്ടാണ് നിങ്ങൾക്ക് തന്നത്. അതുപോലെ തന്നെ ഈ കുഞ്ഞിനെ നിങ്ങൾക്ക് തന്നിട്ട് പിന്നെയും ചോദിച്ചു. എപ്പോഴാണ് ചോദിച്ചത്? ജ്ഞാനസ്നാന സമയത്ത് വീണ്ടും ചോദിച്ചു, ഈ കുഞ്ഞിനെ വിശ്വാസത്തിൽ വളർത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്, ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ നിങ്ങൾ സന്നദ്ധരാണോ എന്ന്. അപ്പോഴും നമ്മൾ എന്ത് പറഞ്ഞു? സന്നദ്ധരാണെന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ 2 പ്രാവശ്യം ഈശോ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ തയ്യാറാണോ, സന്നദ്ധരാണോ എന്നൊക്കെ. എന്നിട്ട് 2 തവണയും നമ്മൾ പ്രോമിസ് ചെയ്തതാണ് ഈശോയോട്. ഈശോ തന്നെ ഈ സമ്മാനത്തെ ഞാൻ സ്വീകരിക്കാം, തന്ന സമ്മാനത്തെ ഞാൻ സംരക്ഷിച്ചേക്കാം എന്ന്. എന്നിട്ട് നമുക്കത് കഴിയുന്നുണ്ടോ? ഈ സമ്മാനങ്ങളെ സൂക്ഷിക്കുവാനായിട്ട്, വിശ്വാസ ശിക്ഷണം നൽകി നല്ലവരായിട്ട് വളർത്തുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? ഈശോയോട് പ്രാർത്ഥിക്കാം, ഞങ്ങളേറെ സഹായിക്കണമേ. ഞങ്ങൾ ബലഹീനരായ മനുഷ്യരാണ്, ആഗ്രഹിക്കുന്നത് പോലെ ശരീരം പ്രതികരിക്കാത്തവർ, മനസ്സുകൊണ്ട് മക്കളോട് നല്ല രീതിയിൽ പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നു, അവരെല്ലാം സുരക്ഷിതരായിട്ട് കരുതണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ വീഴ്ചകൾ ഞങ്ങൾക്ക് സംഭവിക്കുന്നു. ഏറെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുകയും നമ്മുടെ കാലത്ത് സമാധാനം നൽകുകയും ചെയ്യട്ടെ. ആമേൻ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യമായ എല്ലാത്തിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്ക് മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കനികാമറിയിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് അനുസരിച്ച് 3-ാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്ന് പുത്രനിൽ നിന്ന് പുറപ്പെടുന്നവനും പിതാവിനോട് പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാരോട് സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാവങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരോടൊപ്പം വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുമക്കളെ, നമുക്ക് നമ്മുടെ നിയോഗങ്ങൾക്ക് വേണ്ടി മാത്രമല്ല എല്ലാവരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവിനെയും എല്ലാ കർദിനാൾമാരെയും മിത്രാന്മാരെയും വൈദികരെയും സന്യാസികളെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അതോടൊപ്പം ഓരോ കുടുംബത്തെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആരോടും പറയാതെ ചില സങ്കടങ്ങളൊക്കെ കൊണ്ടു നടക്കുന്ന എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ തൊഴിൽ മേഖലയിലെ തടസ്സങ്ങൾ, തൊഴിൽ മേഖലയിൽ മടുപ്പ് അനുഭവിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും യുവാക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം.
ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരെയും അത് ലഭിക്കാത്തതിൽ സങ്കടപ്പെട്ട് കഴിയുന്നവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ആഗ്രഹിച്ച ജോലിക്ക് വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമിക്കുന്ന എല്ലാ യുവാക്കളെയും യുവതികളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ തെറ്റായ വഴികളിലൂടെ ചരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ആഗ്രഹം കൊണ്ട് നന്മയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ എല്ലാ അമ്മമാരെയും അപ്പന്മാരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. വളരെ പ്രത്യേകിച്ച് 65 വയസ്സിന് മേൽ കഴിയുന്നവർ, അവർക്ക് പുറത്തൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. നമുക്കറിയാലോ, കുറച്ച് ദിവസം പുറത്തു പോകാതിരുന്നാൽ നമുക്കെല്ലാം ഒത്തിരി സങ്കടവും ഒത്തിരി വിഷമതയും ഞങ്ങളൊന്നുമല്ല എന്നൊക്കെ ചിന്ത നമ്മുടെ മനസ്സിലേക്കൊക്കെ വരാം. അങ്ങനെയുള്ള എല്ലാ പ്രായമായവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ആത്മീയ നിറവ്, ആത്മാവിന് ധൈര്യം, മനസ്സിന് ധൈര്യം, ഒരാനന്ദം അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തിലെ കുഞ്ഞു മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. 10 വയസ്സിന് താഴെ പ്രായമുള്ള എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. തനിച്ചായിരിക്കുന്ന കുട്ടികളുണ്ട്, ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ മാത്രമുള്ളത്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഒറ്റപ്പെടൽ അനുഭവിക്കാതിരിക്കുവാനായിട്ട് ഇടയാക്കണേ എന്ന് പ്രാർത്ഥിക്കാം. കൂട്ടുകാരാൽ അവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ കഴിയാതെ വിഷമിക്കുന്ന ഒരുപാട് കുഞ്ഞു കൂട്ടുകാരുണ്ടാവാം, പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവാം. അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഈശോയുടെ കൂട്ട് അവർക്ക് ഉണ്ടാവാനും മനസ്സിന് എപ്പോഴും ധൈര്യവും സന്തോഷവും ഉണ്ടാകുവാനും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഈ പ്രത്യേക സാഹചര്യത്തിൽ മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ മരണമടഞ്ഞു പോയ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുക. വളരെ പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധികളുടെ കാലഘട്ടത്തിൽ മരണമടഞ്ഞു പോയ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുക. പൂർവികരെ ഓർത്ത് പ്രാർത്ഥിക്കുക. നമ്മുടെ ഈ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്ത് കടന്നുപോയ വൈദികരെയും അതുപോലെ തന്നെ സന്യാസികളെയും ആത്മായ ശുശ്രൂഷകരെയും അവരുടെ ആത്മാക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. നമ്മുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് മൗനമായി പ്രാർത്ഥിക്കുക. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. സഹോദരങ്ങളെയും നമ്മുടെ ഈ സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ. കർത്താവത്തിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അംഗീകാരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാവട്ടെ. പിതാവായ ദൈവമേ, അങ്ങേ കൽപ്പനകളാൽ സ്ഥാപിതമായിരിക്കുന്ന ബലികൾ സ്വീകരിക്കുകയും കർത്തവ്യനിഷ്ഠമായ ശുശ്രൂഷയുടെ ധർമ്മത്തോടെ ഞങ്ങൾ അനുഷ്ഠിക്കുന്ന ദിവ്യരഹസ്യങ്ങളാൽ അങ്ങേ പരിത്രാണത്തിന്റെ വിശുദ്ധീകരണം കാരുണ്യപൂർവ്വം ഞങ്ങളിൽ പൂർത്തീകരിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി
ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങ് മനുഷ്യനെ നന്മയാൽ സൃഷ്ടിക്കുകയും നീതിയാൽ ശിക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി കാരുണ്യത്താൽ വീണ്ടെടുക്കുകയും ചെയ്തു. ക്രിസ്തുവിലൂടെ ദൈവദൂതന്മാർ അങ്ങയെ വാഴ്ത്തുന്നു, അധീശന്മാർ ആരാധിക്കുന്നു, ആധികാരികന്മാർ ഭയഭക്തിപൂർവം നിലകൊള്ളുന്നു. ശക്തികന്മാരും ധന്യരായ ഭക്തിചോലകന്മാരും സ്വർഗസ്ഥരേവരും ആഹ്ലാദഭരിതരായി ഒന്നുചേർന്ന് അങ്ങയെ പാടിസ്തുതിക്കുന്നു. അവരുടെ ഗാനത്തോട് ഞങ്ങളുടെ എളിയ സ്വരവും ചേരുവാൻ അനുവദിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ നിമിഷം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളിലും മനസ്സിലെ എല്ലാ സങ്കടങ്ങളും, കുടുംബത്തെക്കുറിച്ചുള്ള എല്ലാ ആദിയും ഭാവിയെക്കുറിച്ചുള്ള എല്ലാ ആദികളും നമുക്ക് ഈ നിമിഷം ഈശോയുടെ അൾത്താരയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ മനസ്സിന് ആശ്വാസവും ആനന്ദവും എൻ്റെ കുടുംബത്തിന് സമാധാനവും നൽകണമേ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീട് വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റു പറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമങ്ങ് വ്യാപിച്ചടങ്ങുന്ന അങ്ങേ സഭയെ ഓർക്കണമേ.
ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പിയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക സന്യാസഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിലെല്ലാവരിലും ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവരിലും അവരുടെ നിയോഗങ്ങളിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധ യാക്കോബ് സ്ലീഹയോടും വിശുദ്ധ സെബസ്ത്യാനോസിനോടും വിശുദ്ധ റോക്കിയോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാകുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ നമ്മുടെ സഹോദരനും നാഥനുമായ ഈശോ നമ്മെ പഠിപ്പിച്ചു. നമുക്ക് ഈ പ്രാർത്ഥന ഭക്തിപൂർവ്വം ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോട് കൂടി. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ അനുയോഗ്യയല്ല. അങ്ങയുടെ വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിന്റെ ശരീരവും രക്തവും നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമീൻ.
ഈശോ നീ വന്നാലും ഹൃദയത്തിൻ നാഥനായി സ്നേഹത്തിലൊന്നായി ഞാൻ നിന്നിൽ ലയിച്ചിടട്ടെ. ഈശോ നീ വന്നാലും ഹൃദയത്തിൻ നാഥനായി സ്നേഹത്തിലൊന്നായി ഞാൻ നിന്നിൽ ലയിച്ചിടട്ടെ. യോഗ്യമല്ലിൻ ഭവനം നാഥാ നിന്നെ എതിരേൽക്കുവാൻ. യോഗ്യമല്ലിൻ ഭവനം നാഥാ നിന്നെ എതിരേൽക്കുവാൻ. ഒരു വാക്കരുളിയാലും എന്നെ നീ സ്വന്തമാക്കിയാലും ഒരു വാക്കരുളിയാലും എന്നെ നീ സുഖമാക്കിയാലും ഈശോ നീ വന്നാലും ഹൃദയത്തിൻ നാഥനായി സ്നേഹത്തിലൊന്നായി ഞാൻ നിന്നിൽ ലയിച്ചിടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവായ ദൈവമേ, സ്വീകരിച്ച കൂദാശകൾ ഉന്മേഷഭരിതരും പരിപോഷിതരുമാക്കി ഞങ്ങളെ തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാരൂപിയും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ, കർത്താവിന്റെ സുവിശേഷം അറിയിക്കുവിൻ. ദൈവത്തിന് നന്ദി. നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖത്തിനെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവെ, കൊറോണ വൈറസ് മൂലം രോഗബാധയിൽ കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, ബന്ധുമിത്രാദികൾ, വൈദികർ, സന്യസ്തർ എന്നിവരെയെല്ലാം രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. രോഗികളോട് ശുശ്രൂഷാ മനോഭാവത്തോടും ആത്മധൈര്യത്തോടും കൂടെ പെരുമാറുവാനുള്ള കൃപ അവർക്ക് നൽകണമേ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ രാഷ്ട്രത്തലവന്മാരെയും ഭരണാധികാരികളെയും ഡോക്ടർമാരെയും അങ്ങ് സഹായിക്കണമേ. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ഉദ്ഘോഷിച്ച സങ്കീർത്തകനോട് ചേർന്ന് ഉറച്ച വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളും അങ്ങയിൽ ആശ്രയിക്കുന്നു. നിനവേ നിവാസികളെ പോലെ അനുതാപവും പ്രായശ്ചിത്തവും വഴി ഞങ്ങളും മാനസാന്തര വഴികളിലൂടെ അങ്ങയിലേക്ക് തിരികെ വരുന്നു. ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും വിശിഷ്യ കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ അനന്തകാരുണ്യത്തിൽ സംരക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവകരുണയുടെ നല്ലൊരു ദിവസം നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.